ചേച്ചന്റെ ലൈഫിൽ ചേച്ചൻ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എപ്പോഴാ? ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞത്, ഞാൻ ഒറ്റ പ്രാവശ്യം ഏങ്ങി കരഞ്ഞിട്ട് പിന്നെ സബ്ജക്റ്റ് വിട്ടതുകൊണ്ട് ഇപ്പോഴും ഓർത്തോർത്ത് വരുമ്പോൾ ഭയങ്കരമായിട്ട് കരച്ചിൽ വരുന്ന കേസുകളുണ്ട്. നീ ഏതാ ഉദ്ദേശിച്ചത്? ഇപ്പോഴും ഓർത്ത് കരയുന്നത് നല്ല മണം. വന്നപ്പോഴും നല്ല സ്മെല്ല്. ഏരിയയിലെ സ്മെല്ല്, ഈ പൂവിനാണ് അത്രയും സ്മെല്ല് കേട്ടോ. ഏതാന്ന് എനിക്കറിയത്തില്ല. മുല്ലയല്ല ഇത്, വേറെ എന്തോ ആണ്, പക്ഷെ നല്ല സുഗന്ധം. ഫോട്ടോ എടുത്തിട്ട് ചാറ്റിനോട് ചോദിക്കാം. ഓക്കെ, അപ്പം പോരെ ഏഞ്ചലേ, എന്നെ കരയിപ്പിച്ച രംഗങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഇപ്പോഴും ഓർക്കുമ്പോൾ കരച്ചിൽ വരുന്ന, സങ്കടം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം പറയാം. എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച 4 പേരുണ്ട്. ആ 4 പേരെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ പേരൻസും എൻ്റെ ബാപ്പയുടെ പേരൻസുമാണ്, ഗ്രാൻഡ് പേരൻസ്. കുട്ടിക്കാലത്ത് എന്നെ ഏറ്റവും അധികം കൊഞ്ചിച്ച, ഏറ്റവും അധികം കുസൃതി കളിപ്പിച്ച, എന്നെ സ്നേഹിച്ച, എന്നെ കരുതിയ, ബാപ്പ തല്ലാൻ വരുമ്പോൾ തടുക്കുന്ന, ഉമ്മ തല്ലാൻ വരുമ്പോൾ തടുക്കുന്ന ഗ്രാൻഡ് പേരൻസ്. പക്ഷേ ഞാൻ ക്രിസ്ത്യാനി ആയതിനു ശേഷം ഈ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഇവർ 4 പേരും സ്വർഗത്തിൽ പോയി. അവർ മാത്രമല്ല, എൻ്റെ ബാപ്പയും സ്വർഗത്തിൽ പോയി. ഇവരാരും മരിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഇവരാരുടെയും അടക്കം ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് ഒരു കാരണവശാലും അവരാരെയും കാണാൻ പറ്റിയില്ല അവസാന നിമിഷം. അതിപ്പോഴും ഓർക്കുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട്, മാനുഷികമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. ഞാൻ അത്രയും മോശക്കാരനായിപ്പോയല്ലോ എന്നൊക്കെ ഓർക്കും. എന്നിട്ട് ആ ഒരു സങ്കടം ചിലപ്പോൾ എന്നെ വല്ലാതെ അലട്ടുമ്പോൾ പ്രായമുള്ള മാതാപിതാക്കളെ ഞാൻ ഒരുപാട് സഹായിക്കും. അതിൻ്റെ ഭാഗമാണ്, നിൻ്റെ പപ്പയ്ക്കൊക്കെ അറിയാം, ബൈജേട്ടനൊക്കെ അറിയാം, മാഷിനെയും ടീച്ചറിനും ഒക്കെ ഞാൻ ഒരുപാട് കൊണ്ടു നടന്നു എൻ്റെ കൂടെയുള്ള. കാരണം അവരുടെ ഏക മോൻ മരിച്ചുപോയി, അവർക്ക് ആരും ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മാതാപിതാക്കളെ, ഗ്രാൻഡ് പേരൻസിനെ സ്നേഹിക്കാൻ പറ്റിയില്ല. ആ ഒരു കരുതലാണ് ഞാൻ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഓർക്കും. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമാണ് സത്യം പറയട്ടെ. ഈ നിമിഷവും ഇത് പറയുമ്പോഴും എൻ്റെ കയ്യും കാലൊക്കെ വിറക്കുന്നത്. കാരണം എനിക്ക് അത്രയും വിഷമമുണ്ടായിരുന്നു. അവസാനമായി അവരെ കാണാൻ പറ്റാത്തതിൻ്റെ, ഒരു മുത്തം കൊടുക്കാൻ പറ്റാത്തതിൻ്റെ, അവർ മരണസമയത്ത് കൂടെ ഇരിക്കാൻ പറ്റാത്തതിൻ്റെ എല്ലാം ഉണ്ട് വേദന. അവരെന്നെക്കുറിച്ച് എന്ത് ചിന്തിച്ച് മരിച്ചു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ചാച്ചൻ അവസാനമായിട്ട് അവരെ കാണാതിരുന്നതാണ് നല്ലത്. എന്തുവാണ് ഇത്ര ക്രൂരമായി പറയുന്നത്? അല്ല, ഇപ്പൊ ഉണ്ടല്ലോ ചാച്ചന്റെ മനസ്സില് ഇപ്പൊ അവരെ കുറിച്ച് ഓർക്കുമ്പോ അവര് മരിച്ചു കിടക്കുന്ന ഒരു രംഗം ചാച്ചന്റെ മനസ്സിലുണ്ടോ? ഇല്ല. കൂടെയുള്ള നല്ല മൊമെന്റ്സ് മാത്രമേ ഉള്ളൂ. ശരിയാ. ഞാൻ മതം മാറി വരുന്നതിന്റെ മുമ്പ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങൾ മാത്രമേ എന്റെ മൈൻഡിലുള്ളൂ. എനിക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ്, പുള്ളിക്കാരി, ആൾക്ക് ക്യാൻസർ ആയിരുന്നു. ഞാൻ അവളുടെ കൂടെയുള്ള നല്ല മൊമെന്റ്സ് മാത്രമേ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളൂ. അവൾ മരിച്ച സമയത്ത് എന്റെ അപ്പ എന്നോട് പറഞ്ഞില്ല, വീട്ടിൽ ആരും പറഞ്ഞില്ല. മരിച്ച അടക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്റെ അടുത്ത് പറയുന്നത് അവള് മരിച്ചു. ഞാൻ അന്ന് ആ ടൈമില് ഫുൾ 2-3 ദിവസം ഫുൾ ടൈം കരച്ചിലും വീട് ഒച്ചപ്പാടും അവൾ എന്റെ അടുത്ത് പറഞ്ഞില്ല. എനിക്ക് ലാസ്റ്റ് അവസാനമായിട്ട് പോയി കാണാൻ പറ്റിയില്ല. അങ്ങനെ ഫുൾ കരച്ചിലേക്കായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ അവൾ അങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരു സീൻ എന്റെ മനസ്സിൽ ഇല്ലാത്തതുകൊണ്ട് അതൊരു കാരണം വെച്ചാൽ നന്നായി. എപ്പോഴും അവളെ കുറിച്ച് ഓർക്കുമ്പോഴും എനിക്ക് അവളുടെ കൂടെയുള്ള നല്ല മൂമെന്റ്സ് ഓർക്കാൻ പറ്റുന്നുള്ളൂ, വേദനിക്കുന്ന മൂമെന്റ്സ് ഓർമ്മയില്ല. സപ്പോസ് നീ അന്ന് പോയി അവള് മരിച്ചു കിടക്കുന്നൊക്കെ കണ്ടെങ്കിൽ ഇപ്പൊ ആ മൂമെന്റ്സ് ആയിരിക്കും ഏറ്റവും ടോപ്പായിട്ട് മൈൻഡിൽ ഉണ്ടാകുക. പക്ഷെ ഇതൊക്കെ പറഞ്ഞ് നീ എന്നെ ആശ്വസിപ്പിക്കാൻ നോക്കിയാലും ഇടയ്ക്കൊക്കെ ഓർമ്മ വരും. എന്നാലും എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം വരൂലേ. എങ്കിലും ഇങ്ങനെ ചിന്തിച്ചു നോക്കുക ചാച്ചൻ, ഇപ്പൊ അവരെ ആ ഒരു ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് മാത്രമേ ചാച്ചന്റെ മനസ്സിൽ അവരെ കുറിച്ച് ശരിയാണ്, നല്ലതല്ലേ. കാണാതിരുന്നത് നന്നായെന്ന് ഞാൻ പറയട്ടെ. പക്ഷെ എന്നാലും നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. എൻ്റെ മനസ്സിൽ എപ്പോഴും ഓർക്കുമ്പോൾ കണ്ണിൽ വെള്ളം നിറയുന്ന, ഞാൻ ഒരുപാട് കരയുന്ന ഒരാളല്ല, എനിക്കിങ്ങനെ കരയാൻ പറ്റില്ല. കണ്ണിലിങ്ങനെ വെള്ളം നിറഞ്ഞ് തുടുമ്പിച്ച് നിൽക്കത്തേ ഉള്ളൂ. ഒരിറ്റോ രണ്ടിട്ടോ അങ്ങനെ വന്ന എന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞത്. എല്ലാവരും ചോദിക്കും ഇത്രയും വേദന എനിക്ക് കരയാത്തതാണ്. പക്ഷെ ഓർക്കുമ്പോൾ ഈ ഹൃദയം എന്താ പിടക്കുന്ന, അല്ലെങ്കിൽ കയ്യാലൊക്കെ ഇങ്ങനെ വിറക്കുന്ന, സങ്കടം വരുന്ന ഒരു രംഗം ഈ 4 പേരെയും വർഷങ്ങളോളം കാണാൻ പറ്റാതിരിക്കുകയും പെട്ടെന്ന് അവർ മരിച്ചു പോയെന്ന് അറിയുകയും ചെയ്യുമ്പോൾ ഒരു സങ്കടമുണ്ട്. അത് മാത്രം തന്നെയാണ്.